ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഒരുപാട് നാളുകളായി, കുറച്ച് വർഷങ്ങളായി. അപ്പോൾ ഞാനിങ്ങനെ നാടിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കാരണം ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2 വർഷത്തിലൊരിക്കലെങ്കിലും നാട്ടിൽ വരേണ്ടതാണ്. ഇപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് നാട്ടിൽ വരാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഫേസ്ബുക്കിൽ നമ്മുടെ വെട്ടുകാട് പള്ളി തിരുനാളിൻ്റെ കുറേ വീഡിയോസും അവിടുത്തെ ആഘോഷങ്ങളും എല്ലാം കാണാനായിട്ട് ഇടയായത്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തുള്ള വെട്ടുകാട് പള്ളി തിരുനാളിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. നമ്മളവിടെ പള്ളിയിൽ പോകുന്നതും പിന്നെ വെടിക്കെട്ടും പിന്നെ പ്രൊസഷൻ അറ്റൻഡ് ചെയ്യുന്നതും സ്നേഹവിരുന്നിന് പോകുന്നതും അതെല്ലാം ഞാൻ ഇങ്ങനെ ആലോചിച്ച് അതൊക്കെ ഒരുപാട് ഇങ്ങനെ മിസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് അതേപോലത്തെ ഒരു ആംബിയൻസ് ഒന്നും കിട്ടാറില്ല. ഇവിടെ കംപ്ലീറ്റ് സൈലൻ്റാണ്. ഭയങ്കര എന്ന് വെച്ചാൽ എപ്പോഴും ഒരു മൂകതയാണ് ഇവിടെ ഒട്ടുമിക്കാറ് സ്ഥലങ്ങളിലും. അപ്പോൾ എന്തൊക്കെയായാലും നമ്മൾ നമ്മുടെ നാടിനെ ഒരിക്കലും മറക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഏതൊക്കെ രാജ്യത്ത് ചെന്നാലും നമ്മുടെ മൈൻഡ് എപ്പോഴും നാട്ടിൽ തന്നെയായിരിക്കും. അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ ശംഖുമുഖം, വെട്ടുകാട്, അതേപോലത്തെ കടപ്പുറത്തൊക്കെ പോയിരിക്കുമ്പോൾ വൈകിട്ട്, അതായത് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ 7-7:30 ആകുമ്പോൾ പോയിരിക്കുന്ന ആ ഒരു കൂൾ ബ്രീസും, പിന്നെ വൈകിട്ട് ഒരു 6:30 സമയമൊക്കെ ആകുമ്പോൾ പള്ളിയിൽ നിന്ന് കേൾക്കുന്ന പള്ളിയിലെ പൂജ നടക്കുന്ന പാട്ടും, പിന്നെ അമ്പലത്തിലെ ദീപാരാധന സമയത്തുള്ള ആ ഒരു പ്രാർത്ഥനയും പിന്നെ പാട്ടുകളും, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മൾ വലിയ മരത്തിൻ്റെ കീഴിലൊക്കെ പോയി നിൽക്കുമ്പോൾ കാക്കകളും വേറെ പക്ഷികളും എല്ലാം വന്ന് കൂടണയാൻ നേരത്തുള്ള ആ ഒരു സൗണ്ടും, പിന്നെ നമ്മുടെ റോഡ് സൈഡിലുള്ള സ്ട്രീറ്റ് ലൈറ്റ്സും, അതൊക്കെ, പിന്നെ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നു, അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ നടന്നു പോകുന്നു. ഇവിടെയൊന്നും നമുക്കത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട് തന്നെയാണ്. അങ്ങനെ ഒരു സോഷ്യലി കുറച്ചുകൂടെ ഇൻട്രാക്ഷൻ കൂടുതൽ ചെയ്യാൻ പറ്റിയ സ്ഥലം നമ്മുടെ നാട് തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ മിസ്സായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഒരു സിനിമ കാണണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ ഇങ്ങനെ വെട്ടുകാട് പള്ളിയിലെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് പോയി ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് എൻ്റെ ഫീലിങ്സിനെ കുറിച്ച് സംസാരിക്കാമെന്നിങ്ങനെ കരുതി. അപ്പോൾ നിങ്ങൾ വിദേശത്തൊക്കെ ഉള്ള എത്ര പേര് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്? ഞാൻ എന്തായാലും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് നേരത്തെ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞാലും നടക്കത്തില്ല. ഇവിടെ ഇപ്പോൾ ഏകദേശം 8:30 മണി സമയമായി രാത്രി. എന്നിട്ടും ഇവിടെ ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ള വെളിച്ചമാണ്. ഈവൻ കർട്ടൻ ഇട്ടിട്ട് പോലും റൂമിനകത്ത് നല്ല വെളിച്ചമാണ്. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഉറങ്ങാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്തൊക്കെയായാലും ഇപ്രാവശ്യത്തെ വെട്ടുകാട് തിരുനാൾ അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. പണ്ടത്തെ ഒരു 10 വർഷം മുമ്പത്തെ തിരുനാൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പായി. എന്നാലും നമുക്ക് ആ ഒരു പഴയ കാലം നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല. അതൊരു പ്രത്യേകതരം പഴയ പള്ളിയും അതിൻ്റെ ചുറ്റിനുമുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും, പിന്നെ ഇങ്ങനെ പന്തലൊക്കെ കിട്ടുമായിരുന്നു ഇവിടെ. അപ്പോൾ അതൊന്നും, പിന്നെ വെള്ളിയാഴ്ചകളിൽ പാദപൂജയ്ക്ക് പോകുന്നതും, അതൊന്നും ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ കുറച്ച് നൊസ്റ്റാൾജിക്കായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ നിങ്ങളിൽ എത്ര പേര് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്? നിങ്ങൾ എന്തൊക്കെയെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞ് അയവിറക്കിയിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ആശംസിക്കുന്നു. ബൈ ബൈ.